കണ്ണൂർ ആർളം ഫാമിൽ ദമ്പതികൾ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. 13-ാം ബ്ലോക്ക് കരിക്കമുക്കിലെ വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ആനാക്രമിച്ചത് കശുവണ്ടി ശേഖരിക്കുന്നതിനിടെ എന്താണ് അറിയാൻ കഴിയുന്നത്? ഫെലിക്സ്, എന്താണ് വിവരങ്ങൾ? പ്രതീക്ഷ വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. അല്പം മുമ്പാണ് ഈ ആനയുടെ ആക്രമണം ഉണ്ടായത്. അതായത് ആർളം ഫാമിലെ 13-ാം ബ്ലോക്കിലാണ് ഈ സംഭവം നടന്നത്. 2 പേരാണ് മരിച്ചത്. അതായത് വെള്ളി, കരിക്കമുക്കിലെ വെള്ളി, ഒപ്പം തന്നെ വെള്ളിയുടെ ഭാര്യ ലീല എന്നിവരെയാണ് ആന ചവിട്ടി കൊലപ്പെടുത്തിയത്. ഈ കശുവണ്ടി ശേഖരിക്കുന്നതിനിടെ ഈ സംഭവം ഉണ്ടായി എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 7000 ഏക്കറോളം വരുന്നതാണ് ആർളം ഫാമുമായി ബന്ധപ്പെട്ട സ്ഥലം. അതിൽ 3500 ഏക്കർ ആർളം ഫാമും 3500 ഏക്കർ ആദിവാസി പുനരധിവാസ മേഖലയുമാണ്. ഈ പുനരധിവാസ മേഖലയിലേക്ക് ഈ ആർളം വന്യജീവി സങ്കേതത്തിൽ നിന്നും സ്ഥിരമായി കാട്ടാന ഇറങ്ങാറുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം കാട്ടാന നിറഞ്ഞൊരു മേഖല അവിടെ മാറിയിട്ടുണ്ട്. ആന മതിൽ നിർമ്മാണമടക്കം വളരെ പതുക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗം ഈ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുന്നുണ്ട്. 10 വർഷത്തിനിടെ 10-ലേറെ പേർ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച ഒരു സ്ഥലം കൂടിയാണ് ഈ ആർളം ഫാം. അവിടെയാണ് വീണ്ടും 2 മരണം അല്പം മുമ്പ് സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ദാരുണമായ സംഭവം. ഏതായാലും നേരത്തെ തന്നെ അവിടെയുള്ള ആദിവാസി ജനവിഭാഗങ്ങൾ വളരെ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു, സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്നു, ആ കാട്ടാന ഇറങ്ങുന്നതിനൊരു പരിഹാരം ഉണ്ടാക്കണം, ആനമതിൽ നിർമ്മാണം വളരെ വേഗം പൂർത്തിയാക്കണം എന്നടക്കം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ആനമതിൽ നിർമ്മാണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. വനംവകുപ്പിന്റെ മറ്റ് RRT സംഘത്തിന്റെയൊക്കെ തന്നെ പരിശോധനകൾ അതൊക്കെ വിവരമറിയിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പരാതിപ്പെടുന്നുണ്ടോ ഈ സംഭവത്തിൽ? 2 പേർ കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ അടുത്തെങ്ങും ഇല്ലാത്ത, നമ്മൾ കേട്ടില്ലാത്തൊരു സംഭവമായി, ദാരുണ സംഭവമായി മാറുകയാണത്, അതും ആറളത്ത് നിന്നും. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് വനമേഖലയല്ല, ജനവാസ മേഖലയാണ്. ആദിവാസികൾക്ക് പുനരധിവാസത്തിന് വേണ്ടി സർക്കാർ നൽകിയ ഭൂമിയാണ്. ആ ഭൂമിയിൽ അവർ താമസിക്കുമ്പോഴാണ് വനഭൂമിയിൽ നിന്നും കാട്ടാന ഇവർ താമസിക്കുന്ന വീട്ടുമുറ്റത്തേക്ക് വരികയും ഇവർ ജീവിക്കുന്ന സ്ഥലത്തേക്ക്, ഇവർക്കുള്ള കൃഷിയിടത്തിലേക്ക് വരികയും ഇവരെ ആക്രമിക്കുകയും ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 10 വർഷത്തിനിടെ 10-ലേറെ പേർ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ഒരു സ്ഥലം കൂടിയാണ്. അവിടെ ഈ ആന കാട്ടിൽ നിന്നും ഇവിടേക്ക് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്നത് തടയാൻ ആനമതിൽ നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. അത് പലപ്പോഴായി മുടങ്ങി. ഏറ്റവും ഒടുവിൽ നിർമ്മാണം ആരംഭിച്ചു, പക്ഷെ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എന്നതാണ്. അതായത് നിരീക്ഷണം ഉണ്ടായിരുന്നോ ഫെലിക്സ്? നിരീക്ഷണം ഉണ്ടായിരുന്നോ നിരന്തരമായി? നിരന്തരമായി അവിടെ ഈ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരൊക്കെ പലപ്പോഴായി അവിടെ ഉണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം, ആനയെ തുരത്തുക എന്ന് പറയുമ്പോൾ ധാരാളം ആനകൾ ആ റോഡിലേക്കും ജനവാസ മേഖലയിലേക്കും ഒക്കെ ഇറങ്ങി വരികയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, പടക്കം പൊട്ടിച്ചും ഒച്ചവെച്ചും ഒന്നും കാട്ടാന ഓടിപ്പോകാത്ത സാഹചര്യത്തിൽ JCB ഉപയോഗിച്ച് കാട്ടാന ആർളം ഫാമിൽ നിന്നും തുരത്തുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതാണ്. അപ്പോ ധാരാളമായി കാട്ടാന ഇറങ്ങുന്നു. കാട്ടാനയെ പടക്കം പൊട്ടിച്ചിട്ടും അല്ലെങ്കിൽ ഒച്ച വെച്ചിട്ടും ഒന്നും തന്നെ അതിനെ തുരത്താൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെ ധാരാളമായി കാട്ടാന ഇറങ്ങുന്ന ഒരു മേഖല കൂടിയാണ് ഇവിടെ. അപ്പോൾ വൈകുന്നേരം 4 മണിക്ക് ശേഷം ആളുകൾക്ക് ആ വഴിക്ക് റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ഏതായാലും 2 പേർക്ക്, ദമ്പതികളായ 2 പേർക്കാണ് ഏതായാലും ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. മാത്രമല്ല, ഈ മേഖലയിലേക്ക് ഇപ്പോൾ കൂടുതൽ ആളുകൾക്ക് അവിടെ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ അവിടെ നിന്നും ഈ ബോഡി മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. പക്ഷെ അവിടേക്ക് എത്തുക എന്ന് പറയുന്നതും ആന നിറഞ്ഞൊരു മേഖലയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഇനിയും, അതായത് ഇവർ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് വീണ്ടും ആനകളുണ്ട്. അതുകൊണ്ട് അവിടേക്ക് വളരെ വേഗം എത്തി അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ അങ്ങനെ ഒരു പ്രദേശമായി അവിടെ മാറിയിരിക്കുന്നു. വളരെ നാളുകളായി ഈ സമാന അവസ്ഥയാണ് അവിടെ ഉള്ളത്. പക്ഷേ ഒരു ശാശ്വത പരിഹാരം ഈ വിഷയത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. വളരെ പതുക്കെ ആനമതിൽ നിർമ്മാണം നടക്കുന്നു. ആനകൾ ധാരാളമായി ഇവിടേക്ക് എത്തുന്നതിലും ഇപ്പോഴത്തെ സ്ഥിതി, ഈ മരണം നടന്ന അല്ലെങ്കിൽ ഈ ആന ചവിട്ടി 2 പേർ മരിച്ച സ്ഥലത്തേക്ക് ആളുകൾക്ക് വളരെ വേഗം എത്താൻ കഴിയുന്നില്ല. അവിടെ കൂടുതൽ ആനകളുണ്ട്.